ക്ലാസിക്കൽ മെക്കാനിക്സിലെ ജനറൽ തിയറി ഓഫ് സ്മോൾ ഓസിലേഷൻസ്. അതായത് ഇത് CSIR നെറ്റിന് എന്താണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഫിസിക്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ജനറൽ തിയറി ഓഫ് സ്മോൾ ഓസിലേഷൻസ്. ഇതിനകത്ത് നോർമൽ മോഡ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗേറ്റിനും ഒരേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഇത്. പക്ഷെ ഇതെന്ന് വെച്ചാൽ ജനറൽ തിയറി ഓഫ് സ്മോൾ ഓസിലേഷൻസ്. പക്ഷെ പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. ക്ലാസിക്കൽ മെക്കാനിക്സിലെ ടോപ്പിക്കുകൾ വെച്ച് നോക്കുമ്പോൾ കുറച്ച് എളുപ്പമുള്ള ഭാഗമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ജനറലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. അതായത് ക്ലാസിക്കൽ മെക്കാനിക്സിൽ ജനറൽ തിയറി ഓഫ് സ്മോൾ ഓസിലേഷൻസിൽ നമുക്ക് ആകെ നോക്കാനുള്ള ഭാഗങ്ങൾ ഇത്രയാണ്. പക്ഷേ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുന്നത് സ്റ്റെബിലിറ്റി ഓഫ് ഇക്വേഷൻസ്, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഓഫ് ഇക്വിലിബ്രിയം, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി അനാലിസിസ്, സ്മോൾ ഡീവിയേഷൻ അറൗണ്ട് ഇക്വിലിബ്രിയം. സ്മോൾ ഡീവിയേഷൻ അറൗണ്ട് ഇക്വിലിബ്രിയത്തിനെയാണ് നമ്മൾ സ്മോൾ ഓസിലേഷൻസ് എന്ന പേരിൽ വിളിക്കുന്നത്. പിന്നെ നോർമൽ മോഡുകൾ, അതിൻ്റെ ഇടയിൽ തന്നെ കപ്പിൾഡ് ഓസിലേറ്റേഴ്സ്, പിന്നെ ഇത് അവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ നോക്കും. ഇതിൽ സ്റ്റെബിലിറ്റി ഓഫ് ഇക്വിലിബ്രിയം, സ്മോൾ ഡീവിയേഷൻസ്, നോർമൽ മോഡ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ സ്റ്റെബിലിറ്റി അനാലിസിസ് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഓഫ് ഇക്വിലിബ്രിയത്തിലേക്ക് ഞാൻ കയറുവാണ്. അപ്പം സ്റ്റെബിലിറ്റി അനാലിസിസിൽ ആദ്യം മിസ് 3 ഗ്രാഫുകളെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യത്തെ ഗ്രാഫ് മിസ് ഒന്ന് വരയ്ക്കാം. ദാറ്റ് ഈസ് ഒറിജിനിൽ നിന്ന് തന്നെ തുടങ്ങുന്ന സ്ട്രെയിറ്റ് ആയിട്ട് പോണ ഒരു ഗ്രാഫ്. ഇപ്പോൾ എക്സ് വൈ. എക്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റിനെ സൂചിപ്പിക്കുന്നു. വൈ ആക്സിസിൽ ഞാൻ വി പൊട്ടൻഷ്യലിനെയാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഒരു സ്ലോപ്പ് എടുക്കുകയാണ്. ഈ ഒരു സ്ലോപ്പ് കൺസിഡർ ചെയ്യുവാണ്. ഇതെന്ന് പറയുന്നത് എന്താണെങ്കിലും ഡെൽറ്റ വി, ഇതെന്ന്